ഹായ് ഫ്രണ്ട്സ്, അഷ്റൂസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് കൂടല്ലൂർ ഊട്ടിയൊക്കെ പോകാനുള്ള പ്രധാന പാത ഏതാണ്? നാടുവാണി ചുരമാണല്ലോ. ആ നാടുകാണി ചുരത്തിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മക്ബറയും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുന്നത് നാടുകാണി ചുരത്തിലുള്ള ഒരു മക്ബറയെക്കുറിച്ചാണ്. നാടുകാണി ചുരം വഴി നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നാടുകാണി ചുരത്തിൽ മക്കാം. ഈ മക്ബറയെക്കുറിച്ചും അവിടെ വിശ്രമം കൊള്ളുന്ന ആ മഹാവലിയെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങൾക്കായി പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ നാടുകാണി ചുരം വഴി യാത്ര ചെയ്യുകയാണെങ്കിൽ ഈ മക്ബറയെ നമുക്ക് കാണാം. എത്രയോ ആളുകൾ അവിടെ സിയാറത്തിന് വരികയും അതുപോലെ യാത്രക്കാർ തന്നെ ഒരുപാട് വണ്ടിയെല്ലാം സൈഡാക്കി അവിടെ മക്ബറ സിയാറത്ത് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഈ മക്ബറക്കരികിൽ മനുഷ്യവാസമില്ല. ഏകദേശം 600 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിക പ്രബോധനത്തിനായി യമനിൽ നിന്നും ഒരു സംഘം ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് വന്നു. ആ സംഘം കോഴിക്കോടാണ് കപ്പൽ ഇറങ്ങിയത്. ആ സംഘം കോഴിക്കോട് നിന്നും മലമ്പാത വഴി ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ ആ സംഘത്തിലെ 4 പേർ ഇവിടെ വെച്ച് മരണപ്പെട്ടു എന്നാണ് ചരിത്രം. മഹാനായ CM വലിയുല്ലാഹി ഈ മക്ബറക്കരികിൽ ഏകാന്തവാസം അനുഷ്ഠിച്ചിരുന്നു എന്ന് പഴമക്കാർ പറയുന്നുണ്ട്. നിരവധി ആളുകൾ സിയാറത്തിനായി ഈ മക്ബറയിൽ എത്താറുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ നാടുകാണി ചുരം വെറും ഒരു ചവിട്ടുപാത മാത്രമായിരുന്നു. പിന്നീട് അവർ തന്നെയാണ് ഈ നാടുകാണി ചുരം നിർമ്മിച്ചത്. ആനമറി ചുരത്തിൽ മക്കാം എന്ന് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഫക്കീർ മുഹമ്മദ് സാലിഹ് വലിയുള്ളയാണ് ഈ മക്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്. വൈകിട്ട് 6 മണി വരെ ഈ മക്ബറ പരിപാലിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടായിരിക്കും.